അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ ദിവസങ്ങളായി ഞാൻ ഓൺലൈനിലൊക്കെ വന്നിട്ട്. കാരണം ഞാൻ നാട്ടിലൊന്ന് പോയി വന്ന അന്ന് തന്നെ റൂം മാറേണ്ടതായി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുമ്പ് 72 സ്റ്റെപ്പ് കയറിയിട്ട് വേണം റൂമിലെത്താൻ. ലിഫ്റ്റൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ കാലിനൊക്കെ ഭയങ്കര കഴപ്പായിരുന്നു. അപ്പോൾ വിചാരിച്ച് എന്തായാലും വന്നിട്ട് റൂം മാറാമെന്ന്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൽ ഒഴിവാക്കി കൊടുക്കുമ്പോൾ തന്നെ അന്ന് പിറ്റേ ദിവസം തന്നെ ആൾ വരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉടമസ്ഥനും. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ മാറണം. അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം അടക്കലും ഒതുക്കലും എല്ലാം ചെയ്ത് വളരെ ക്ഷീണിതനായിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത്. മാത്രമല്ല, പുതിയ റൂമിൽ AC ഉണ്ടായിരുന്നില്ല. ഈ നല്ല ചൂടത്ത് AC ഇല്ലാതെ താമസിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ തന്നെ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ 2 ദിവസം ഉറക്കമൊക്കെ മോളുടെ വീട്ടിലായിരുന്നു. പിന്നെ അതിനുശേഷം ഓരോ സാധനങ്ങളും അടക്കലും പിടിക്കലായി 2-3 ദിവസങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നലെ ഒരു AC മേടിച്ചു വെച്ചതിന് ശേഷമാണ് ശരിക്കും ഉറക്കം കിട്ടിയത്. അതുവരെ ശരിക്കും ഒന്നും ഉറങ്ങിയിട്ടുണ്ടായില്ല. നാട്ടിൽ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഇവിടെ ഡോക്ടറെ കാണിച്ച്, അതായത് നോമ്പിന് എനിക്ക് തലകറക്കും ഛർദിയൊക്കെ ആയി. തലകറക്കും ഛർദിയും കണ്ടപ്പോൾ 3-4 ദിവസം ഇതുപോലെ തന്നെ നല്ല ഛർദി ഉണ്ടായിരുന്നു, തലകറക്കം ഉണ്ടായിരുന്നു. നമുക്കെടുക്കുമ്പോൾ കട്ടിലൊക്കെ തന്നെ ഇങ്ങനെ വട്ടപ്പാളം ചുറ്റണ പോലെ. എന്നിട്ട് നമ്മൾ എന്തായാലും ആ കട്ടിലും കൂടി ഒടിഞ്ഞു പോകും എന്നൊക്കെ തോന്നൽ. ഇപ്പോൾ 2 സൈഡിലും ഞാനിങ്ങനെ അമർത്തി പിടിച്ചിട്ട് കിടന്നിരുന്നത്. പിന്നെ ഇങ്ങനെ തലകറങ്ങണം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടി പോലായി തോന്നി. ഈ തലകറങ്ങണം അപ്പോൾ തന്നെ ഛർദ്ദിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അവസ്ഥകൾ. ഇങ്ങനെ 2-3 ദിവസം ഇങ്ങനെ തീരെ ശരീരത്തിന് തന്നെ ആഫിയത്തുണ്ടായില്ല. ഈ 72 പടി ഇറങ്ങിയിട്ട് ഡോക്ടറെ അടുത്ത് പോകാനും പറ്റില്ലല്ലോ. അങ്ങനെ അന്ന് പനിയുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനും തീരെ പറ്റണില്ല. ഞാൻ വിചാരിച്ച് ഭക്ഷണം കഴിക്കാണ്ട് എന്തിനു വെറുതെ ഇങ്ങനെ ഇരിക്കണം, അപ്പോൾ നോമ്പെടുത്തൂടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ നോമ്പ് സമയത്ത് തന്നെ, പക്ഷേ നോമ്പും കൂടി എടുത്തപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടായി. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. ഒരു ക്ലിനിക്കിൽ പോയപ്പോൾ അപ്പോൾ തന്നെ അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അവർ വേഗം തന്നെ ഷെയ്ഖ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാരണം അറ്റാക്ക് വന്നിട്ടുണ്ട് ആൾക്കെന്ന് പറഞ്ഞു. അങ്ങനെ മരുമോനോട് പറഞ്ഞു വേഗം അങ്ങോട്ട് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. ഷെയ്ഖ് ഹോസ്പിറ്റലിൽ നമുക്ക് പരിചയമുള്ള സലീം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന സലീം, ഇവിടെ കോഴിക്കോട്ടുകാരന്. ഈ സലീമിനെ ഞാൻ ഫോൺ ചെയ്ത് വരുത്തി. അപ്പോൾ സലീമും ഡോക്ടറായിട്ട് സംസാരിച്ചു. അങ്ങനെ അവിടെ വീണ്ടും ECG എടുക്കലും മറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സൈലൻ്റ് അറ്റാക്കായിട്ട് വന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. 2 വർഷം മുമ്പ് ഇതേപോലെ തുമ്പെ ഹോസ്പിറ്റലിലും പനിയായിട്ട് ചെന്നപ്പോൾ അവർ സ്കാൻ ചെയ്തു. ആ സ്കാൻ ചെയ്തപ്പോഴും അതിലും കണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈലൻ്റ് അറ്റാക്ക് വന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കുറച്ച് ദിവസത്തിനുള്ള ഗുളിക എഴുതി തന്നു. ആ ഗുളികയൊക്കെ കഴിച്ചപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് സ്ഥിരമായി കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് സ്ഥിരമായി കഴിക്കാനൊന്നും നിന്നില്ല. എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ അറ്റാക്ക് തന്നെയാണെന്നും പറഞ്ഞവർ 14 ദിവസത്തെ ഗുളിക ഇവിടുന്ന് എഴുതി. ഈ 14 ദിവസത്തെ ഗുളിക കഴിച്ചിട്ട് വീണ്ടും ഛർദിയും തലകറക്കം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വേറെ നല്ല ഡോക്ടറെ മാറ്റി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോന്നു. 10-20 നോമ്പൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നിസ്കാരം എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ നിസ്കരിച്ചു. പക്ഷേ നോമ്പെടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. എന്തായാലും ഡോക്ടറും പറഞ്ഞു നോമ്പ് ഇപ്പോൾ എടുക്കണ്ട, നോമ്പൊക്കെ പിന്നെ നിങ്ങൾക്ക് അള്ളാഹ് വിട്ടാലോ, വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് 14 ദിവസത്തെ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ മക്കൾക്കായി കഴിഞ്ഞാലും ഇങ്ങനെ പേടിയായി. കാരണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അസുഖത്തിനൊക്കെ കുറവ് കിട്ടില്ല, എന്താണെന്നുള്ളത് നമുക്കറിയാലോ എന്നും പറഞ്ഞിട്ട് മക്കളും വൈഫൊക്കെ തന്നെ നിർബന്ധിച്ചു.
പിന്നെ നാട്ടിൽ നിന്ന് പെങ്ങന്മാരും മറ്റുള്ളവരൊക്കെ തന്നെ പറഞ്ഞിരുന്നത്, വൈഫിൻ്റെ ആൾക്കാരും ഒക്കെ പറഞ്ഞു എന്തായാലും നാട്ടിൽ വായോ, നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കുന്നതാണ്. അപ്പം ഞാൻ നാട്ടിൽ പോയി ഒരു 7 ദിവസം ലീവ് എടുത്ത് ഞാൻ അവിടുന്ന് നാട്ടിൽ പോയി കഴിഞ്ഞ് അവിടെ ECG എടുത്തു. അവിടെ ECG എടുത്തപ്പോൾ ഇതേപോലെ തന്നെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് മദർ ഹോസ്പിറ്റലിലാണ് കാണിച്ചത്, ദീപക് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു ഇത് അറ്റാക്കൊന്നുമല്ല, ഇത് വന്നിട്ടുള്ളത് നിങ്ങളെ മസിലിൽ കുട്ടിക്കാലത്ത് തന്നെ ഒരു നീര് വീഴ്ചയുടേതായിട്ടുള്ളൊരു തടിപ്പ് വന്നിട്ടുണ്ട്. ആ തടിപ്പിന് സ്കാൻ ചെയ്ത് കാണുമ്പോൾ ഇങ്ങനെ അറ്റാക്കായിട്ട് കാണിക്കണത്, അല്ലാതെ വേറൊരു കുഴപ്പവും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഹാർട്ടിന് വല്ല ബ്ലോക്ക് ഉണ്ടോ എന്നും കൂടിയിട്ട് അറിയാമെന്ന് പറഞ്ഞു. അതിനൊരു 10,000-ന് താഴായിട്ട് ഫീസ് വരും, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ കെയറിലേക്ക് എഴുതി തന്നു ഡോക്ടർക്ക്, അവിടെ പോയിട്ട് അത് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ പോയി ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ആ റിസൾട്ടായി ഡോക്ടറെ അടുത്തേക്ക് ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല യാതൊരു കുഴപ്പമില്ല, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനമായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാൻ അവിടുന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ഇതുവരെയൊക്കെ ആയി, അൽഹംദുലില്ലാ, യാതൊരു കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ തന്നെ പടച്ചവനോട് നന്ദി പറയുന്നു ഞാൻ. അൽഹംദുലില്ലാ, നമുക്കെല്ലാവർക്കും എല്ലാവരുടെ എല്ലാ വക രോഗങ്ങളും എല്ലാം പടച്ചവൻ ശിഫാക്കി തരട്ടെ, ആമീൻ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.